നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 289 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ സുകുമാരനെ കുറിച്ചിട്ടാണ്. MTയുടെ നിർമ്മാല്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് വന്ന അദ്ദേഹം 250ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മികവാർന്ന കഴിവുറ്റ ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തെ നേരിൽ കണ്ടതും സംസാരിച്ചതും പൂജപ്പുരയിലുള്ള വസതിയിൽ പോയി ഞങ്ങൾ 6-7 പേർ കണ്ടതും അതേക്കുറിച്ചിട്ടുള്ള ആ അനുഭവങ്ങളും ആ വർത്തമാനങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്. കാലത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കിയ കഴിവുറ്റ ഒരു വലിയ നടൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഇത്ര ക്ലിപ്തതയോടും ഇത്ര ഭാവത്തോടും ഭാവുകത്വത്തോടും പ്രതിഫലിപ്പിക്കുന്ന ഒരു കലാകാരൻ ആ കാലയളവിൽ വേറെ ഉണ്ടോ എന്നൊരു സംശയം. തൊട്ടതെല്ലാം മുന്നാക്കുന്ന ഭാവപ്പകർച്ച, ഒരിക്കലും ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത അഭിനയം. ഏത് റോളിലും അദ്ദേഹം ശോഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവാണ്. ആ കഥാപാത്രമായി മാറാനുള്ള ഒരു പ്രത്യേക കഴിവ് ശ്രീ സുകുമാരനിൽ ഉണ്ട് എന്നാണ് എൻ്റെ നിഗമനം. ആ വലിയ കലാകാരനെ കുറിച്ചിട്ടാണ് ഇത്തരുണത്തിൽ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിനേക്കാളിലും മികവുറ്റ അഭിനയം കാഴ്ചവെക്കുന്നു ഇപ്പോൾ ശ്രീ പൃഥ്വിരാജും ഇന്ദ്രജിത്തും എല്ലാം. കാലത്തിൻ്റെ ഒഴുക്കിൽ കലാലോകത്തിന് ഒരുപാട് അഭിനയ പ്രതിഭകളെ സമ്മാനിച്ചുവെങ്കിലും ആ കാലഘട്ടത്തിൽ ശ്രീ സുകുമാരനെ പോലുള്ളൊരു നടൻ മലയാളത്തിൽ വന്നത് മലയാളത്തിൻ്റെ ഭാഗ്യം എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ, വിലയിരുത്തും.